വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നോക്കാം. പ്യുവർ വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. തിരികെ ഞാൻ എണ്ണ ഇതിൽ ചേർത്തിട്ടില്ല, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. ഒരു പണിയില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ബൗളിലെല്ലാം മിക്സ് ചെയ്തിട്ട് സാൻഡ്വിച്ച് മേക്കറിലേക്ക് ആഡ് ചെയ്താൽ റെഡിയാകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇത് സാൻഡ്വിച്ച് ഇല്ലാത്തേ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ തൈര് അത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കപ്പ് യോഗേട്ട് എടുത്തിട്ടുണ്ട്. തൈര് പുളിയില്ലാത്ത തൈര് നോക്കിയെടുക്കുക. മെഷർമെൻ്റ് ഒന്ന് കറക്റ്റ് ആവാൻ നോക്കാം കേട്ടോ. ഒരു കപ്പ് റവൻ്റെ അതേ പകുതി മതി കേട്ടോ നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര കപ്പ് വെള്ളം ആണ്. അപ്പോൾ നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് പോയ ശേഷം ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒരു ചെറിയൊരു ഉള്ളിയുടെ ഒരു അര ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു എരിവിനനുസരിച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് സാൻഡ്വിച്ച് മേക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ ഓൺ ആക്കിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക എണ്ണനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് മേക്കർ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കാം. Yes, I'll come back to you, then I'll ask what have we done under the sun. എന്നിട്ട് സാൻഡ്വിച്ച് മേക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പാനിൽ ജസ്റ്റ് ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. അതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.